രജത ജൂബിലി വർഷത്തിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് കൂനമാവ് സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സിയിലെ സജീവവും മാതൃകാപരവുമായ ക്ലബ്ബുകളിൽ ഒന്നായ ലയൺസ് ക്ലബ്ബ് ഓഫ് കൂനമാവ് രജത ജൂബിലി വർഷം ആഘോഷിക്കുകയാണ്. 2026-27 ലയണിസ്റ്റിക് വർഷത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിലെ ആവശ്യങ്ങൾ മുൻനിർത്തി വിപുലവും ദീർഘവീക്ഷണമുള്ളതുമായ സേവന പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് 55 സമർപ്പിത ലയൺ അംഗങ്ങൾ. ഊർജ്ജസ്വലമായ ലിയോ ക്ലബ്ബ്, സജീവമായ ലേഡീസ് ഫോറം എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിൽ ശാശ്വതമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ് ക്ലബിന്റെ പ്രധാന ലക്ഷ്യം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന നന്മ ഭവന നിർമ്മാണ പദ്ധതി സ്വന്തമായി സുരക്ഷിതമായ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകാത്ത അർഹരായ കുടുംബങ്ങൾക്ക് മാന്യമായ ഭവനം ഒരുക്കുക എന്നതും ആരോഗ്യരംഗത്ത് BPL വിഭാഗത്തിൽപ്പെട്ട ഡയാലിസിസ് രോഗികൾ, ഹൃദ്രോഗികൾ, ക്യാൻസർ, സ്ട്രോക്ക്, മറ്റ് ഗുരുതരമായ ദീർഘകാല രോഗങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന അർഹരായ രോഗികൾക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സാമ്പത്തിക സഹായം നൽകുന്നതിനും ക്ലബ്ബ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. സൈറ്റ് ഫോർ കിഡ് പദ്ധതിയിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കാഴ്ച പരിശോധന നടത്തി കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കണ്ണടകൾ വിതരണം ചെയ്യുന്നതിനും നേത്ര പരിശോധനയിൽ തിമിരം കണ്ടെത്തുന്നവർക്ക് അമൃത ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ തിമിര ശസ്ത്രക്രിയ ലഭ്യമാകുന്നതിനും പദ്ധതിയുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി ലയൺസ് ഗ്രീൻ സൈക്കിൾ സ്കൂൾസ് പദ്ധതി നടപ്പിലാക്കാൻ ക്ലബ് തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ഭക്ഷ്യാവശിഷ്ടങ്ങളെ ജൈവവളമാക്കി മാറ്റുകയും അതുപയോഗിച്ച് ജൈവ പച്ചക്കറി കൃഷി വികസിപ്പിക്കുകയും ചെയ്യുന്ന ഈ പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര ജീവിതശൈലിക്കും മാതൃകയാകും. 2026-27 ലയണിസ്റ്റിക് വർഷത്തിനായി ഏകദേശം 25 ലക്ഷം ചിലവ് പ്രതീക്ഷിക്കുന്ന വിപുലമായ സേവന പദ്ധതികളാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് കൂനമാവ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് ലയൺ തോമസ് പാറയ്ക്കൽ, സെക്രട്ടറി ലയൺ ഷീല പാപ്പാളി, ട്രഷറർ ലയൺ ജൈസൺ EJ, ലിയോ ക്ലബ് പ്രസിഡന്റ് ലിയോ അയാൻ മത്തായി കോളരിക്കൽ, ലേഡീസ് ഫോറം പ്രസിഡന്റ് ലയൺ സീലിയ എഡ്വിൻ എന്നിവരുടെ സമർപ്പിത നേതൃത്വത്തിലും ക്ലബിലെ 55 അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയും ഈ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുക എന്നതാണ് ക്ലബിന്റെ ലക്ഷ്യം. പ്രോത്സാഹിപ്പിക്കുവാൻ ഉതകും വിധം വിദ്യാലയങ്ങളിൽ ഫ്രീ ആയി മാലിന്യ നിർമ്മാർജ്ജനവും ഗ്രോ ബാഗ് കൃഷിയും നടപ്പിലാക്കും. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ആകും വിധം ധനസഹായം നൽകുന്നതാണ്. ലഹരി മുക്തമാക്കി സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കുട്ടികൾക്ക് ബോധവൽക്കരണവും ഫ്രീ മാജിക് ഷോയും നടത്തുന്നതാണ്. അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൗജന്യ രക്തദാനം സംഘടിപ്പിക്കും. ജൂബിലി വർഷമായ ആഘോഷിക്കുന്ന ഇതിൻ്റെ ഭാഗമായി ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കുവാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ലൈബ്രറികളുടെയും പ്രവർത്തന മികവും കൂട്ടുവാൻ പുസ്തകങ്ങൾ നൽകി ലൈബ്രറിയെ കൂടുതൽ ഫലവത്താക്കി മാറ്റും. പഞ്ചായത്തുമായി സഹകരിച്ച് 5 സ്നേഹവീടുകൾ നമ്മൾ നിർമ്മിച്ച് നൽകുന്നതാണ്. കൂനമാവിൽ NH66 പണി തീരുന്ന മുറയ്ക്ക് കുറഞ്ഞത് 2 ഡസ്റ്റ് ഷെൽട്ടർ നമ്മൾ നിർമ്മിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നു. കുറഞ്ഞത് 2 കോമൺ ജിമ്മുകൾ കൂനമാവിൻ്റെ ഹൃദയഭാഗത്ത് നമ്മൾ നിർമ്മിച്ചത് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ മാസവും അമൃത ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുകളുടെ സഹായത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഉണ്ടായിരിക്കും. ക്യാൻസർ ബാധിതരായ നിരവധി കുടുംബങ്ങൾക്ക് സഹായധനം നൽകുന്നതാകും. സഹായം അർഹിക്കുന്നവർക്ക് സൗജന്യമായി ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുകയാണ്. ജോലി ആവശ്യമായ ചെറുപ്പക്കാർക്ക് പ്രാപ്തി അനുസരിച്ച് ജോലി ഏർപ്പാട് ചെയ്തു കൊടുക്കും. ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ ഓൺലി ഗെയിൻ. ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ
ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ്നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണനിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി.